നമസ്കാരം. UK വാർത്തയുടെ എല്ലാ വായനക്കാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് UKയിലെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം UKയിലെ മലയാളികളുടെ തങ്ങളുടെ രണ്ടാം തലമുറയ്ക്ക് അവരുടെ സർഗശേഷി മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടുവാനും മത്സരങ്ങളിലൂടെ തങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടി UKയിൽ ആദ്യമായി നടന്ന കലാമേള നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന് സമീപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട്, ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം കുടുംബത്തിലെ ഒരു അംഗമായ UKയിലെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട മകളെന്ന് വിശേഷിപ്പിക്കാം, പ്രിയപ്പെട്ട പ്രിയാലാലാണ്. നമസ്കാരം പ്രിയാലാൽ. പ്രിയാലാലിനെ സംബന്ധിച്ച് ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുടെ കൊണ്ട് തൻ്റെ രണ്ടാമത്തെ ചിത്രം ഇന്നലെ റിലീസായി. അതുപോലെ തന്നെ ഈ യുഗ്മ കലാമേളയിൽ പങ്കെടുക്കുമ്പോൾ UKയിലെ ഇതുപോലെ ഒരു അവസരം, ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഓൾ UK ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത്. എന്ത് തോന്നുന്നു യുഗ്മ കലാമേള? ആദ്യം യുഗ്മ ഈ കലാമേളയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നമ്മുടെ തന്നെ തലമുറകൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവരുടെ ഒരു ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് അവിടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഐ എം ഷുവർ, ഇങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ ഒരു നാഷണൽ വൈഡ് കോമ്പറ്റീഷൻ തന്നെ ഇവിടെ UKയിൽ എല്ലാ റീജിയനും വെച്ച് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു വൻ വിജയം തന്നെ ആയിരിക്കും എന്നെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഐ റിയലി തിങ്ക്. കലാമേള അവിടെ നിൽക്കട്ടെ, നമുക്ക് ഹോളിഡേയ്സിലേക്ക് വരാം. എങ്ങനെ കിട്ടുന്നു ഹോളിഡേ? എല്ലാവരും UKയിലെ മലയാളികളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രിയാലാൽ പ്രത്യേകിച്ചും. എന്താണ് ഹോളിഡേയ്സിന്റെ റിപ്പോർട്ടുകൾ? എങ്ങനെ? ഹോളിഡേയ്സ് ഇന്നലെ റിലീസായി. അപ്പം ഇതുവരെ കിട്ടുന്ന നല്ല റിപ്പോർട്ട്സ് ആണ്. ആക്ച്വലി കുറേ ഫോൺ കോൾസ് രാവിലെ വന്നിരുന്നു. എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഫംഗ്ഷനിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു. അതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ കോസ്റ്റാർസിനോട് ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യത്തെ ഷോ തന്നെ ഗെറ്റിംഗ് ഗുഡ് റിപ്പോർട്ട്സ്. ഒരു യൂത്ത് സബ്ജക്റ്റ് ആണ് ഹോളിഡേയ്സ്. അപ്പം ഈ ഹോളിഡേയ്സിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ബോയ്സും 2 ഗേൾസും കൂടിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പം അവരിങ്ങനെ ബാംഗ്ലൂർ IT സ്റ്റുഡൻസാണ്. അപ്പം അങ്ങനെ 3 ദിവസത്തെ ഒരു മിഷൻ ഉണ്ട് അവർക്ക് നാട്ടിൽ വന്നിട്ട്. ഇങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം അതിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും അതിനകത്ത് സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, കോമഡി ഉണ്ട്. ഇറ്റ്സ് എ പാക്കേജ്. സോ അങ്ങനെ ഒരു സിനിമയാണ്. അപ്പം ഇപ്പം ഞാൻ മിസ് ചെയ്യുന്നു അതിന്റെ പ്രീമിയർ. ശരിക്കും ഞാൻ ഇതുവരെ കണ്ടില്ല. ഇല്ല ഞാൻ കണ്ടില്ല, ഇതുവരെ കണ്ടില്ല. അപ്പം പ്രിയലാല് പറഞ്ഞതുപോലെ ഇപ്പോൾ നാട്ടിൽ പോകുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യുക. നമ്മുടെ നാട്ടിൽ പോകുന്ന എല്ലാവരും ഹോളിഡേയ്സ് കാണുക, അഭിപ്രായം അറിയിക്കുക. പ്രിയലാലിനെ വിളിച്ച് പ്രിയലാലിന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നുള്ള കാര്യം അറിയിക്കുക. തീർച്ചയായും ലിവർപൂളിലാണ് അവർ താമസിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ലിവർപൂളിലാണ് താമസിക്കുക. എല്ലാവരും വിളിച്ച് അതിന്റെ അഭിപ്രായം പറയുക. ആദ്യ സിനിമ ഈ കുറഞ്ഞ കാലം തന്നെ കൊണ്ട് തന്നെ 2 മുഖ്യമായ സിനിമകളിലേക്ക് അഭിനയിക്കാൻ പറ്റി. ആദ്യ സിനിമ ജനകൻ. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ പ്രമുഖരായ ഒരു താരനിര, അവരുടെ കൂടെയുള്ള അഭിനയം എന്താണ് പറയാനുള്ളത്? ഇവിടുന്ന് പെട്ടെന്ന് ഇംഗ്ലണ്ടിന്റെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളിലൂടെ പോയി പെട്ടെന്ന് നാട്ടിൽ ചെന്നൊരു നടിയാകുന്നു, അതും ഇത്രയും വലിയൊരു താരനിരയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താ പറയാനുള്ളത്? ഞാനിതെല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളത്തെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ബേസിക്കലി ജനകൻ പോലൊരു സിനിമയില്ല. അപ്പം എനിക്കൊന്നും ഒരു പുതുമുഖ നടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ 2 സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിക്കുക തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് പറയാൻ ഞാൻ വളരെ ബ്ലസ്ഡ് ആണ് ആ കാര്യത്തിൽ. കാരണം എൻ്റെ ആദ്യ ചിത്രം തന്നെ ഈ 2 സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ സ്റ്റാർട്ട് ഔട്ട് ചെയ്തു. പിന്നെ ഐ കുഡൻ ഡിമാൻഡ് ഫോർ എ ബെറ്റർ റോൾ ഇൻ ജനകൻ. കാരണം അത്ര ഒരു നല്ലൊരു റോൾ എനിക്ക് സ്റ്റാർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം എന്നെ പ്രിയാന്ന് അറിയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ സീത ആൾക്കാരിലേക്ക്. വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയിലൊരു ഭാഗമാകാൻ പറ്റിയത്. ഞാൻ SM സ്വാമി സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേരൻസിനോട്. അവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നില്ല അതും ഇവിടുന്ന് എനിക്ക് പോയി അവിടെ പോയി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പൊ ഹോളിഡേയ്സിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹോളിഡേയ്സിന്റെ അനുഭവം? ഹോളിഡേയ്സ് ഒരു ഹോളിഡേ ആയിരുന്നു. യൂത്തിന്റെ സ്റ്റോറി ആയ കാരണം കൂടുതലുള്ള കോസ്റ്റാസിന്റെ ഒക്കെ ഇതിനകത്ത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി അല്ല ലൈക്ക് ജനകൻ. ബട്ട് ഇറ്റ്സ് എൻ ആവറേജ് ബഡ്ജറ്റ് മൂവി. ബട്ട് ഇങ്ങനെ ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ടൊരു ഇതിൻ്റെയൊക്കെ ഒരു അനുഭവം പറയണത് വളരെ രസമായിരുന്നു. കാരണം ഞങ്ങളുടെ സോങ് ഷൂട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോളിഡേയ്സ് ആയിരുന്നു. കാരണം
ഞങ്ങൾ മലേഷ്യ പോയായിരുന്നു സോങ് ഷൂട്ട് ചെയ്തത്. അത് വളരെയധികം മനോഹരമായിരുന്നു. എനിക്ക് പറയാൻ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യാന്ന് തോന്നിയില്ല. കാരണം ഞങ്ങളൊരു പിക്നിക്ക് പോകുന്ന ഒരു മൂഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ഒരു സെറ്റ് ചെല്ലുമ്പോൾ അവിടെ എന്താ പറയുക, അവിടെ ഡാൻസ് കളിക്കുന്നു, ഞങ്ങളുടെ ഓൺ സ്റ്റെപ്സ് ഇരുന്നു, ശാന്തി മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ. അപ്പോൾ അങ്ങനെ നല്ലൊരു രസമായിരുന്നു ഓൾ ടുഗദർ. ഈവൻ ലസാറാണെങ്കിലും അതെ അതെ. അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക എല്ലാവരുടെ കൂടെ ഇങ്ങനെ എന്താ പറയുക ഈ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കൂടെ ആടിയും പാടിയും. പിന്നെ എന്റെ ബർത്ത്ഡേ അവിടെ എനിക്ക് ആഘോഷിക്കാൻ പറ്റി. ഫസ്റ്റ് മലേഷ്യ വെച്ച് മൈ 17th ബർത്ത്ഡേ. അതുപോലെ തന്നെ അല്ലസ് രാമേന്ദ്രൻ സാറിന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു 30th. അവർ രണ്ടുപേരുടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരു നല്ല രസമായിരുന്നു. ഒരു അനദർ തിങ് ദാറ്റ് വി കഡ് റിമെമ്പർ. ഇപ്പോൾ ഹോളിഡേയ്സ് റിലീസായി, ടി വിയിലൂടെ ഹോളിഡേയ്സിനകത്ത് പാട്ടുകൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആളുകൾ തീർച്ചയായിട്ടും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് അഭിനയിച്ച നായിക ഒരു ആൾ തന്നെ ആ പാട്ട് പ്രിയയുടെ നാവിൽ നിന്ന് തന്നെ പ്രിയ പാട്ട് പാടും. പ്രിയ ഓട്ടംതുള്ളൽ ഉണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം വളരെ എക്സ്പെർട്ടാണ്. അപ്പം പ്രിയയുടെ നാവിൽ നിന്ന് തന്നെ ആ പാട്ട് നമ്മുടെ UK മലയാളിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് ഒരു 4 വരി അത് ഒന്ന് പാടാവോ അതിനകത്ത് ഹോളിഡേയ്സിനകത്ത് പാട്ട്? അതിനകത്ത് പാട്ട് പാടിയിട്ടുണ്ടല്ലേ? പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് അതിന്റെ ടൈറ്റിൽ സോങ് ഞാൻ പാടിയിട്ടുണ്ട്. അലക്സ് പോൾ സാറിന്റെ. അതും ഇങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നാണ്. ഇങ്ങനെ ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, അപ്പൊ പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അലക്സ് സാർ ഇങ്ങനെ നമുക്ക് പ്രിയ അത് ഇപ്പൊ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനത് ശരി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പാട്ട് ഞാൻ തന്നെയല്ല, എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ സോങ് പാടി ഇന്ന്. പക്ഷെ എന്റെ തൊണ്ട അത്ര ശരിയല്ല. അപ്പം എല്ലാ ഇത് പ്രശ്നങ്ങൾ വരാണ്, ക്ഷമിക്കണം, പരമാവധി ശ്രമിക്കാം. ലിവർപൂളിലെ പരിപാടികളിലും UK ഉള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഒരു താരമായിട്ട് നിന്നാണ് സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രചോദനം? അങ്ങനെ ഒരു ഇപ്പോൾ ഇവിടുത്തെ പല ആളുകളും നമ്മുടെ കുട്ടികളെയൊക്കെ ഇവിടെ കലാമത്സരങ്ങൾക്ക് വിടുന്നവരുണ്ട്, വിടാത്തവരുമുണ്ട്. എന്തിനാ പോകുന്നത്? കുടുംബം, മക്കളുടെ കാര്യം വേറെ പഠിക്കുക, അങ്ങനെയുള്ള ചിന്തയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു താരമായിട്ട് ഇവിടെ കലാമത്സരങ്ങളിലേക്ക് വരാൻ എന്താണ് ഒരു പ്രചോദനം കിട്ടിയത്? എവിടെ നിന്നാണ് പഠിക്കുകയും അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമൊക്കെ എങ്ങനെയായിരുന്നു? അത് എങ്ങനെ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പേരൻസ് ആണ് അത് കണ്ടുപിടിച്ചത്, എന്റെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത്. കാരണം എന്റെ പേരൻസ് എപ്പോഴും എന്നെ എൻകറേജ് ചെയ്തിരിക്കുന്നത് എനിക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യത്തിന്. ഞാൻ ഡാൻസിനാണ് പഠിക്കുകയെങ്കിൽ അവരെന്നെ ആ ഒരു വേയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പം എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡാൻസ് പഠിച്ചത് ഞാൻ ദുബായിലാണ്. ഞാൻ 4 വയസ്സ് തൊട്ട് ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് എനിക്കൊരു പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല, കാരണം ഒരു പ്രോപ്പർ ടീച്ചർ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഇത് ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ ദുബായ് വെച്ച് 1 വർഷം ഞാൻ കുഞ്ഞായിരിക്കും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ ദുബായി പോയി എൻ്റെ മാഷിൻ്റെ അടുത്ത് നിന്ന് ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സമയം കിട്ടും, അപ്പോൾ ഒന്ന് ബാക്കപ്പ് ചെയ്യും. പിന്നെ എൻ്റെതായ ഓൺ കൊറിയോഗ്രാഫിങ് രീതിയിൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് മ്യൂസിക് എഡിറ്റിംഗ് ഇഷ്ടമാണ്, ഇന്റീരിയർ ഡിസൈനിങ് ഇഷ്ടമാണ്, അങ്ങനെ പെയിന്റിങ്, അങ്ങനെ കുറെ പരിപാടികളും വായിക്കാനും പാട്ട് കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പ്രിയയ്ക്ക് വേറൊരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഇവിടെയോട്ട് മ്യൂസിക് പഠിക്കാൻ പറ്റുന്നു, മീഡിയ മാനേജ്മെന്റ് പഠിക്കാൻ പറ്റുന്നു, സിനിമ പഠിക്കാൻ പറ്റുന്നു. ഇവിടെ വന്ന് പഠിച്ചിട്ട് നാട്ടിൽ പോയി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പം പ്രിയ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു, ഒരു താരമായി നിൽക്കുന്നു. അതേസമയം ഒരു കോയിൻസിഡൻസ് പോലെയാണോ അതോ നേരത്തെ തീരുമാനിച്ചെടുത്ത പോലെ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സും ഇത് തന്നെയാണല്ലേ? മീഡിയ ഈ സിനിമ. ഞാൻ നേരത്തെ എടുത്തിരുന്ന കോഴ്സ് മീഡിയം പ്രൊഡക്ഷൻ അല്ലായിരുന്നു, ഞാൻ സയൻസ് ആയിരുന്നു എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അപ്പോഴാണ് എനിക്ക് ജനകന്റെ ഓഫർ വന്നത്. ഇതിപ്പോൾ ഒരു ഡിസിഷൻ ടൈം മേക്കിംഗ് ആയിരുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, സയൻസ് ആണോ മീഡിയ ആണോ എന്നുള്ള ഒരു ഡിസിഷൻ ടൈം മേക്കിങ്ങിന്റെ സമയത്തായിരുന്നു ജനകൻ വന്നിരുന്നത്. അപ്പം എനിക്ക് തോന്നിയത് രണ്ടും, എനിക്ക് സയൻസും ആർട്സും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചു, അമ്മ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അവർ ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നും പറയില്ല, ഗുഡ് ആൻഡ് ബാഡ് പോയിന്റ്സ് അവർ പറഞ്ഞു തരും. എന്നിട്ട്
സോ മോൾ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്തത്, കാരണം ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ. അപ്പം ഞാൻ അങ്ങനെ വലിയ ഡിസിഷൻ എടുക്കാനുള്ള പ്രായമൊന്നുമായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനൊരു ചാൻസ് വളരെ റെയർ ആയതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു ട്രൈ. കാരണം മാത്രമല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ. അതെ അതെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിലായി. അപ്പം മീഡിയ ആൻഡ് പ്രൊഡക്ഷൻ തന്നെ, മീഡിയം പ്രൊഡക്ഷനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവർപൂൾ കമ്മ്യൂണിറ്റി കോളേജിൽ. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്ററി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഒരു എന്താ പറയാ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ആയിട്ടുള്ളൂ. തന്നെയല്ല, ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അത് എന്താ പറയാ അതിന്റെ ഈ ഒരു പേപ്പർ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികളുമായിട്ട് റിലേറ്റ് ചെയ്താണോ അതോ അല്ല, ഡോക്യുമെന്ററി മലയാളികളായിട്ട് റിലേറ്റ് ചെയ്തല്ല, ഡോക്യുമെന്ററി അബൌട്ട് മൈ സെൽഫ്, അങ്ങനെ ഒരു കാര്യമാണ്. കാരണം എന്റെ ടീച്ചേഴ്സിനൊക്കെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഞാനിങ്ങനെ ഒരു ലിവർപൂളിൽ നിന്ന് ബോളിവുഡിലേക്കൊക്കെ, അവർക്ക് ബോളിവുഡിനെ അറിയുള്ളൂ, അപ്പൊ അങ്ങനെ ബോളിവുഡിലേക്ക് നമ്മൾ അവരെ അപ്സെറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അവരാണെങ്കിലും ഈ ഇംഗ്ലീഷ് ഇവിടുത്തെ ടീച്ചേഴ്സ് വല്ലതും ഈ സിനിമ കാണുമോ, കണ്ടിട്ട് പിന്നെ എന്റെ അവരെന്താ അഭിപ്രായം പറഞ്ഞു? അവർക്ക് ഇഷ്ടം, അവർക്ക് ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും അവർക്ക് they think it's a brilliant movie. അവര് ആദ്യമായിട്ട് അയ്യോ ഭയങ്കര വ്യത്യാസമാണല്ലോ ഇപ്പൊ എന്നെ കാണുന്നതിനെക്കാളും ലോങ് മുടിയൊക്കെ വേറൊരു ഔട്ട്ഫിറ്റിൽ വന്നപ്പോഴത്തേക്ക് അയ്യോ അത് പ്രിയാനിയാണോ, അത് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു അതിങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് ഞാൻ രണ്ടാമത്തെ മൂവിയിൽ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ആക്കിയതാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ആയിട്ടുള്ളൂ. ഇനി എന്താണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഇനി വരാൻ പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പം 2-3 സിനിമ ഇപ്പം ഡിസ്കഷനിലുണ്ട്. ഐ എം നോട്ട് റെഡി ടു ഡിക്ലെയർ ഇറ്റ് നൗ. അതുകൊണ്ട് 2-3 തമിഴ് ഒരു മലയാളം വന്നിട്ടുണ്ട്, പക്ഷേ അതിന്റെ ഡേറ്റ്സ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം സമയമാകുമ്പോൾ തീർച്ചയായിട്ടും. ഈ തണുപ്പത്തും ഇത്രയും നേരം UK വാർത്തയുടെ പ്രിയപ്പെട്ട വായനക്കാർക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് പ്രിയയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നാളുകളിൽ UK മലയാളികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ ആ കുട്ടി അല്ലെ പ്രിയ ലിവർപൂളിലുള്ള ഉള്ളതാണ് എന്ന് പറയാവുന്ന രീതിയിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ജഗദീശന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.